ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയത്? വീഡിയോ നമുക്ക് സസ്പെൻസ് അതെ. അപ്പൊ നമ്മുടെ വീഡിയോക്ക് പോവാം. നല്ല കാട് വന്നിട്ടുണ്ടല്ലേ. വീട്ടു പണിക്കും ആള് വേണോ, കാട്ടു പണിക്കും ആള് വേണോ, പാമ്പ് ഗെയിമ്പ് എല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ വരൂ. ആശംക്കാരും കിട്ടുന്നില്ല, നോക്കാരും കിട്ടുന്നില്ല. എല്ലാ കാപ്പി പരി കൊണ്ട് ഒത്തരും ആലേ കിട്ടുന്നില്ല. ഇറങ്ങി കിട്ടുവാന്ന്. ഇതെല്ലാം ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ പാമ്പ് വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എങ്ങനെയുണ്ട് ഇപ്പോ? സുഖമല്ല പറഞ്ഞാല് മാത്ര കുടിച്ചാ? അമ്മൂനെ വിളിച്ചിട്ട് മാത്ര കുടിക്ക്. ഞാൻ പുറത്തു വരെ പോയിട്ട് വരാ. മരുന്നു മാത്രമേ ഉണ്ടല്ലോ അമ്മു, അതുകൊണ്ട് എനിക്ക് എത്ര പെട്ടെന്ന് സുഖമായെങ്കിൽ ഞാൻ ആ പൊന്നവൻ്റെ അടുത്ത് പോയിട്ട് പണിയെടുക്കുന്നുണ്ടായി. കുറേ കടമായി. ഇപ്പം ഞാൻ എത്ര മാസമായി കടത്തത്തിലായിട്ട്. കുറേ പൈസ കൊടുക്കാനുണ്ട്. എന്താക്കണം, അച്ഛനക്ക് വേറെ പണിയില്ലാണ്ട് അങ്ങനെ പോയി വന്നോണ്ടുണ്ട്. ആ പൊന്നവനൊന്ന് കാണാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആവുന്നുണ്ടായി. സുഖമില്ലാണ്ട് കുറേ ദിവസമായിരുന്നു. അച്ഛനക്കും പണിയില്ലല്ലേ, എന്താക്കാം? വീട്ടിലാണെങ്കിൽ കാണിക്കില്ല. കറക്റ്റ് പൊന്നവൻ്റെ അടുത്ത് പോയെങ്കിൽ പണി കിട്ടും. ആ കൂർഗീസ് പൊന്നവ, അവരുടെ അടുത്തുള്ള കൂർഗീസ് പൊന്നവ, അവരുടെ അടുത്ത് അമ്മ പണിയെടുത്തോണ്ടായി. ചോദിച്ച് നോക്കാം, തരുമോ ഇല്ല എന്നറിയില്ല. ഞാനവാ ദേവക്കിന്റെ മോള്. ദേവക്കിന്റെ മോള് ഇച്ചക്കൊണ്ട മോള്. എന്തൊക്കെ ബന്ധിയ? അമ്മക്ക് സുഖമില്ല, പിന്നെ അച്ഛനക്ക് പണിയില്ല. കൊറേ ദിവസമായി പണിയില്ലാണ്ട് വീട്ടിലുള്ളത്. അമ്മ കൊറേ ദിവസമായി കടന്നെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടാന്ന് ചോദിക്കാൻ വന്നത്. അതെ, പണി എന്താ മുടി നീ എടുപ്പാ? എന്തെങ്കിലും എടുക്കാം അമ്മ. ശങ്കര എല്ലുണ്ട് വീട്ടിലുണ്ട്. അതെ, ശങ്കരനെ ഒരിക്ക ഇല്ലിക്ക് വരാൻ പറ. അവ കാക്കുവാ പറ. ആളുടെ അടുത്ത് പറയാ, എനക്ക് മലയാളം കുറച്ച് ബപ്പ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അയക്കാം. പണിയുണ്ടാ ഇല്ലയാന്ന് ഞാൻ പറയും.
അവ വീട്ടില് കൊറേ കഷ്ടമുണ്ട്, അങ്ങനെ ഒരു പണി എന്തെങ്കിലും തരീന്ന് പറഞ്ഞിട്ട് വന്നതവ. വീട്ടു പണിയാണെങ്കിലാവോ ഇല്ല ഏത് പണിയിലാവോ എടുത്തോളാവോ. മോളെ ഇപ്പൊ നിനക്ക് ഏജ് ആയിട്ടില്ല, നീ സ്കൂൾക്ക് പോണ പെണ്ണ്, നിനക്കല്ല ഇപ്പൊ പണി കൊടുക്കാനാവൂല, അത് പിന്നെ നോക്കമ്മ. എന്തിനവാ എന്തെന്നറിയാം മോളെ, പണി കൊടുക്കാത്ത ഇപ്പോഴത്തെ റൂൾസ് ഉണ്ട്, സ്കൂൾക്ക് പോണ കുട്ടികൾക്ക് പണി കൊടുക്കാൻ പാടില്ലാന്ന്. എൻ്റെ മേലെ കേസാവും കൊടുത്താൽ, അതിന് വേണ്ടിയിട്ടാണ് ജറാക്കണ്ടായ. നീ വരുമ്പോ പിന്നെ ശങ്കറിനെയും ദേവകിനെയും വരാൻ പറ. എനിക്ക് ആയത്ര കഷ്ടം പറയുമ്പോ വയറ് കത്തുന്ന്, ഞാൻ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തയക്കാം. വാമൂടി ശരി. വായയും എല്ലാം കട്ടിട്ട് പോയിന് അന്ന് നോക്ക. നമുക്ക് എത്ര നീയത്തിന് പണിയെടുത്താലും ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം കട്ടിട്ട് പോയാലേ നമുക്ക് കിട്ടും. ഒരു റുപ്യ പൈസ കടം ചോദിച്ചാലും തരില്ല. എന്തുണ്ട് ഇപ്പോൾ എടുക്കണം. പുറത്ത് സൈഡൊന്നും പുറത്തുണ്ട അവ പുറത്ത് വന്നിന് ഉള്ളിലിരുന്ന് ടി വി നോക്കൂല, ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഉണ്ടാവും. ഈ പോലെ കൊത്തിയാണ്. എങ്ങനെങ്കിലും ഇത് വീടെത്തിക്കണം. എവിടെ ഉണ്ട് നോക്കട്ടെ ഫസ്റ്റ്. ഇത് എവിടെ പോയി? ഉള്ളിലുണ്ടാവുമായിരിക്കും, പോകണം. അപ്പോ ഈ പണിയാണ് എനിക്കുള്ളത്. നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല മൂത്ത ഒരു കൊല ഉണ്ടായി, അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് തന്നെ ഇത്. ആ നടക്ക് ഇപ്പൊ ഞാൻ പിടിച്ച കൊണ്ട് അങ്ങനെ പറഞ്ഞതല്ലേ. നടക്ക് വീട്ടിക്ക്. ദേവയ്ക്ക് പണി കൊടുത്തല്ലാവുക ചെറിയ കല്ലി അവള്. പിന്നെ നോക്ക കഷ്ടല്ലേ. അങ്ങനെ നമ്മള് പഴയ ഒരു വീഡിയോ ആക്കിക്കൊണ്ടുണ്ടായി. പൊന്നവ പിന്നെ ദേവയ്ക്ക് ശങ്കറാണ്. അതെ, അപ്പൊ ആ വീഡിയോ പിന്നെയും നമ്മള് ഇതാക്കിയോണ്ട് അതാക്കി കുറേ സമയം നമ്മള് അത് എന്തോ ആയിപ്പോയി വീഡിയോ അല്ല. നമ്മൾ പിന്നെ അപ്പപ്പോ അത് വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല. ഇതിനെ കൊണ്ട് പിന്നെ ആൾക്കാർ അത് ചോദിച്ചോണ്ടായി ആ വീഡിയോ ആക്കി പറഞ്ഞിട്ട് കുറെ ആള് ചോദിക്കുന്നുണ്ട്. കാണുന്നവരല്ല, മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ലാരോ, നമുക്ക് അറിയുന്നവരെല്ലാം ഇവിടുത്തവരെല്ലാം ചോദിക്കുന്നുണ്ട്. അതെ, അങ്ങനെ നമ്മൾ പിന്നെയും ഇതാക്കിന്. പിന്നെ ഇത് ഈ വീഡിയോ ആക്കിക്കൊണ്ടുണ്ടാവും, നമ്മള് ഇത് കണ്ടിന്യൂ ആയിട്ട് ആക്കിയിട്ടുണ്ടാവും. പിന്നെ എല്ലാം നോക്കിയവര് വീഡിയോ ഇഷ്ടപ്പെട്ടവര് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം.